ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് അറബിക് ഡെസേർട്ടായ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ്. ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ പാനിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കുനാഫ ഉണ്ടാക്കുന്നതിൻ്റെ ഡോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ പോയി കാണണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. കുനാഫ ഉണ്ടാക്കാനായി 2.5 കപ്പ് ഡോ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കഷ്ണാക്കി എടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന പാനിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമുക്ക് ഡോ എടുക്കാൻ. നമ്മുടെ ഡോ എല്ലാം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാൻ ഏകദേശം 75 ഗ്രാം വരെ ബട്ടർ മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇതിലേക്ക് മിക്സാക്കി എടുക്കാം. ബട്ടറെല്ലാം ഒരുമിച്ച് ഒഴിക്കാണ്ട് കുറേശ്ശായിട്ട് ഒഴിക്കുക. അപ്പം നമുക്ക് മിക്സ് ആക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ എത്തും. നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലോട്ട് ബട്ടർ ഫുള്ളൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടറിന് വേണമെന്ന് അറിഞ്ഞിട്ടില്ല, ഓയിൽ വേണമെങ്കിൽ ഓയിൽ എടുക്കാം. നമ്മുടെ ഡോ ഹാഫ് പാർട്ടായി എടുക്കാം. ഇതിനെ എന്നിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ലെയർ ചെയ്തതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്രീം ചീസാണ് ഇതിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ക്രീം ചീസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1.5 കപ്പ് പാലും കൂടി ചേർക്കാം. പാല് കുറേശ്ശെ ഒഴിച്ച് നന്നായി മിക്സാക്കി എടുക്കാം. മൈദയൊന്നും കട്ട പിടിക്കാതെ നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ക്രീം ചീസ് വേണം. അത് ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഇവിടെ 1 ക്യൂബ് ക്രീം ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോഴല്ല, ബോയിൽ ചെയ്യുന്ന ആ സമയത്താണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കാണ് നമുക്കിത് ഓഫ് ചെയ്യേണ്ടത്. ആ സമയത്താണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ക്രീം ചീസ് അതിൽ ആഡ് ചെയ്യുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് വേണ്ടത് ചീസാണ്. അതിന് ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ക്രീമാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി സ്പ്രെഡ് ചെയ്യാം. എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലാസ്റ്റ് ലെയറാണ്. അതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡോ ഒന്ന് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ. ഇത് നന്നായി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. സോറി, എൻ്റെ അടുത്തുനിന്ന് കുക്കാക്കാൻ വെക്കുന്ന ആ ഒരു ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരു ഏകദേശം 6-7 മിനിറ്റ് ആകുമ്പോൾ സൈഡൊക്കെ ബ്രൗൺ കളറായി വരും. അപ്പോഴത്തേക്കും ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം. എന്നിട്ട് ആ പ്ലേറ്റിൽ നിന്നും പാനിലേക്ക് തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കാം. മറ്റേ സൈഡ് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ബോയിൽ ചെയ്യാൻ വെക്കാം. അതിലേക്ക് ഒരു 1/2 കഷ്ണം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇതൊന്ന് ഷുഗർ സിറപ്പൊക്കെ ഇട്ടിട്ടാകുമ്പോഴത്തേക്കും ഒന്ന് നല്ല സെറ്റായിട്ട് വരും. ഇനി ഇത് ഞാനൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. സിറപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് നട്ട്സ് കൊണ്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഈ ഒരു കുനാഫ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി പറയുകയാണെ, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.